പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ദ മിഷൻസ് ഓഫ് ഗോഡ് മിനിസ്ട്രിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പകൽ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിന്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തയേശുവിന്റെ നല്ല പടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായികയാൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആകുന്നു ആദ്യഫലം അനുഭവിക്കേണ്ടത്. സ്തോത്രം. പൗലോസിന്റെ പ്രിയപുത്രൻ, നിജപുത്രൻ ആയ തിമോഥെയോസിന് എഫെസസിൽ വെച്ച് എഴുതുന്ന ഒരു ലേഖനമാണ് 2 തിമോഥെയോസ്. ഈ ലേഖനത്തില് ക്രിസ്തുവിൽ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ പോരാടി ജയിക്കണമെന്നും ക്രിസ്തുവിന്റെ നല്ല ഭടനായി എങ്ങനെ കഷ്ടം സഹിക്കണമെന്നും പൗലോസ് തിമോഥെയോസിനെ എഴുതി അത് അറിയിച്ച് ബലപ്പെടുത്തുക. സ്തോത്രം. അവിടെ പറയുന്നത് സ്തോത്രം, ക്രിസ്തയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഒരു നല്ല ഭടന്റെ 4 ഗുണങ്ങളുണ്ട്. 1, ഏകാഗ്രമായ ജീവിതം ഉണ്ടായിരിക്കണം. 2, അനുസരണം ഉണ്ടായിരിക്കണം. 3, സകലവും ത്യജിക്കുന്നവനായിരിക്കണം. 4, വിശ്വസ്തനായിരിക്കണം. ഈ ലോകത്തിലൊരു പട്ടാളക്കാരൻ അവൻ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അവനൊരു ഏകാഗ്രത ഉണ്ടായിരിക്കും. അത് യുദ്ധമുഖത്ത് നിന്ന് കഴിയുമ്പോൾ അലക്ഷ്യമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ചുറ്റിനും അവന് ശ്രദ്ധയുണ്ടായിരിക്കണം. അവൻ ഏകാഗ്രതയുള്ളവനായിരിക്കണം. എങ്കിൽ മാത്രമേ യുദ്ധമുഖത്ത് ജയിച്ച് മുന്നേറുവാനായിട്ട് പറ്റത്തുള്ളൂ. 2, അനുസരണം ഉള്ളവനായിരിക്കണം. സ്തോത്രം. തന്റെ മേലുദ്യോഗസ്ഥനെ അനുസരിക്കുന്നവനായിരിക്കണം. ഏതൊരു കാര്യത്തിലും സ്തോത്രം തന്റെ മേലുദ്യോഗസ്ഥൻ പറയുമ്പോൾ തന്നെ അത് അനുസരണയോട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സ്തോത്രമുണ്ട്. 3, സകലതും ത്യജിക്കുന്നവനായിരിക്കണം. അവന്റെ അപ്പനെ, അമ്മയെ, ഭാര്യയെ, മക്കളെ, നിലവും വീടും എല്ലാം വിട്ട് തന്റെ ദേശത്തിന് വേണ്ടി യുദ്ധത്തിനായിട്ട് പുറപ്പെടുക. സ്തോത്രമുണ്ട്. ദേശത്തിന് വേണ്ടി മരിക്കാൻ പോവുക. സ്തോത്രമുണ്ട്. അപ്പോൾ അവൻ സകലതും ത്യജിച്ചെങ്കിൽ മാത്രമേ അവന് പോരാടി ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. ഇല്ലെങ്കിൽ അവൻ ആ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. സകലതും ത്യജിക്കുന്നവനായിരിക്കണം. 3, വിശ്വസ്തനായിരിക്കണം. ഏതൊരു കാര്യത്തിലും. സ്തോത്രം. നമ്മള് പട്ടാളത്തിന്റെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും എതിർച്ചേരി അവർക്ക് എന്ത് ചെയ്തു ഒറ്റിക്കൊടുക്കുകയില്ല. സ്തോത്രം. വിശ്വസ്തനായ ഒരു പട്ടാളക്കാരൻ അതങ്ങനെ ചെയ്യത്തില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ പൗലോസ് തിമോഥെയോസിനെ ബലപ്പെടുത്തുക. സ്തോത്രം. നീ എന്നോടുകൂടെ ക്രിസ്തയേശുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കും. സ്തോത്രം. അപ്പൊ ക്രിസ്തുവിന്റെ കഷ്ടം സഹിക്കണമെങ്കിൽ ഒരു ഏകാഗ്രമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടണമെന്നുണ്ടെങ്കിൽ അവൻ ഏകാഗ്രതയായിരിക്കണം. ഏകാഗ്രതമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. സ്തോത്രം. അവൻ അനുസരണമുള്ളവനായിരിക്കണം. ക്രിസ്തുവിൽ അനുസരണമുള്ളവനായിരിക്കണം. ക്രിസ്തുവിൽ ഏകാഗ്രതയുള്ളവനായിരിക്കണം. ക്രിസ്തുവിൽ അനുസരണം ഉണ്ടെങ്കിൽ മാത്രമേ പോരാടി ജയിക്കാനായിട്ട് പറ്റൂ. സ്തോത്രം. 3, സകലതും ത്യജിക്കുന്നവനായിരിക്കണം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നിൽ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശ് എടുക്കണം. സ്തോത്രം. അപ്പൊ ത്യജിക്കുന്നവനായിരിക്കണം. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറണം. നിന്റെ അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ ഭാര്യ മക്കള് എല്ലാം വിട്ട് ക്രിസ്തുവിന്റെ നല്ല പഠനായിട്ട് സ്തോത്രം പോരാടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സകലതൊന്നും ത്യജിക്കുന്നവനായിരിക്കണം. അപ്പോൾ ആത്മീയ മണ്ഡലത്തിൽ പോരാടണമെന്നുണ്ടെങ്കിൽ സകലം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ത്യജിക്കണം. ആത്മീയ മണ്ഡലത്തിൽ സ്തോത്രമില്ല. അപ്പൊ ജഡത്തിന്റെ സ്വഭാവം സകലവും ത്യജിച്ചെങ്കിൽ മാത്രമേ ആ സ്തോത്രം ആത്മീയ മണ്ഡലത്തിൽ പോരാടി ജയാളിയായി മാറാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. അടുത്ത 4, വിശ്വസ്തനായിരിക്കണം. ക്രിസ്തുവിൽ വിശ്വസ്തനായിരിക്കണം. ദൈവത്തിന്റെ പ്രമാണം
ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ചട്ടം ഇതെല്ലാം അനുസരിക്കുന്നവനായിരിക്കണം. സ്തോത്രമില്ല. ക്രിസ്തുവിലെല്ലാം തികഞ്ഞവനായിരിക്കണം. സ്തോത്രം. അപ്പൊ വിശ്വസ്തന്മാർക്ക് മാത്രമേ ആത്മീയ മണ്ഡലത്തിൽ പോരാടി ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രമില്ല. അതാണ് പൗലോസ് സ്തോത്രമില്ല 2 കൊരിന്ത്യർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 6-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് സ്തോത്രമില്ല, ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടതും വലതും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചു. ചതിയന്മാരായിരുന്നിട്ടും സത്യവന്മാർ, ആരും അറിയാത്തവരായിരുന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരായിരുന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെ ആയിരുന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെ സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. സ്തോത്രമില്ല. അപ്പൊ പൗലോസ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്തോത്രമില്ല. ഇവിടെ പറയുന്ന സ്തോത്രമില്ല, ബഹുസഹിഷ്ണുത ഉണ്ടായിരിക്കണം, കഷ്ടമുണ്ടായിരിക്കണം, ബുദ്ധിമുട്ട്. അപ്പൊ ക്രിസ്തുയേശുവിന്റെ നല്ല പഠന കഷ്ടം സഹിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. സ്തോത്രമില്ല. അതോടൊപ്പം തന്നെ സ്തോത്രം അല്ലെങ്കിൽ ബഹുസഹിഷ്ണുത ഉണ്ടായിരിക്കണം, പിന്നെ നിർമ്മലത ഉണ്ടായിരിക്കണം, പരിജ്ഞാനം ഉണ്ടായിരിക്കണം, ദീർഘക്ഷമ ഉണ്ടായിരിക്കണം, ദയ ഉണ്ടായിരിക്കണം, അതിലുപരി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. പിന്നെ സ്തോത്രമില്ല, ഇടതും വലതും നീതിയുടെ ആയുധം ധരിച്ചിരിക്കണം. ഏത് കാര്യത്തിനായാലും ക്രിസ്തുവിന്റെ നല്ല പഠനം നീതിപ്രവൃത്തി ഉള്ളവനായിരിക്കണം. ഏതൊരു കാര്യത്തിനും നീതിയുടെ ആയുധം നമ്മൾ നിശ്ചയമായും ധരിച്ചിരിക്കണം. പ്രൈസ് ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ച് ചതിയന്മാരായിരുന്നു, എന്നാൽ ഇപ്പൊ സത്യവന്മാരായി. സ്തോത്രമില്ല. ക്രിസ്തുവിന്റെ ഭടന്മാരാ. സ്തോത്രമില്ല. മരിക്കുന്നവരായിരുന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിച്ചിരിക്കും. അപ്പോൾ ഈ ലോകത്തിലെ പട്ടാളക്കാരൻ ആ യുദ്ധമുഖത്ത് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചാൽ അവന് സ്തോത്രമില്ല, ഒന്നും കിട്ടുന്നില്ല. അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിൽ സ്വർഗരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ക്രിസ്തുവിലുള്ള ഒരു പടൻ മരിച്ചാൽ അവന് ആത്മരക്ഷണം ലഭിക്കും. സ്തോത്രമില്ല. ഈ ലോകത്തിലെ പട്ടാളക്കാരന് ജയിച്ചാൽ അവന് പൊതുവേദി വെച്ച് അവന് പ്രതിഫലം കൊടുക്കുന്നു. ഒന്നെങ്കിൽ സ്റ്റാർ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവന് എന്തൊരു ട്രോഫിയോ എന്തൊരു സമ്മാനമോ കൊടുക്കുന്നു. എന്നാൽ ക്രിസ്തുയേശുവിൽ ജയാളിയായ ഒരു പടന് കർത്താവ് തന്റെ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ പൊതുവിൽ വെച്ച് അവന് ജീവകിരീടമാണ് കൊടുക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവകിരീടം കിട്ടുന്നു. ആ ജീവകിരീടം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു പട്ടാളക്കാരന് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ആയുഷ്കാലം അത്രയും 70 അല്ലെങ്കിൽ 80 വർഷക്കാലം അത് ലോകക്കാരറിയും, ആ രാജ്യക്കാരറിയും, ഇന്ന ഇത് കൊടുത്തു സ്തോത്രം എന്ന് പലരും അറിയും. എന്നാൽ ക്രിസ്തുയേശുവിൽ മരിക്കുന്ന ഒരു പടന് അവന് പ്രതിഫലം കിട്ടിയാൽ അത് നിത്യത മുതൽ നിത്യത വരെയും അത് പ്രതിധ്വനിച്ച് നിൽക്കും. പ്രൈസിലില്ല, അത് കാണാൻ പറ്റും. സ്തോത്രം. ഈ ലോകത്തിലെ പട്ടാളക്കാരൻ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ അവന് ആത്മരക്ഷ ലഭിക്കുന്നില്ല. ക്രിസ്തുയേശുവിൽ മരിക്കുന്ന ഒരു ആത്മപടന് അവന് ആത്മരക്ഷ ലഭിക്കുന്നു. അവന് 2ാം മരണത്തിന് യോഗ്യമില്ല. സ്തോത്രമില്ല. ക്രിസ്തുയേശുവിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് വെള്ളവസ്ത്രമാണ് ലഭിക്കുന്നത്. സ്തോത്രം. അവന് പ്രതിഫലമായിട്ട് കിട്ടുന്ന വെള്ളവസ്ത്രമാണ്. സ്തോത്രം. അപ്പോൾ ഈ ലോകത്തില് ഒരു പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ആ രാജ്യത്തിന്റെ സല്യൂട്ട് കൊടുക്കുന്നു. സ്തോത്രമില്ല. കൊടുത്ത് അവനെ അടക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തി അവൻ മരിച്ചാലും അവൻ വീണ്ടും ജീവിച്ചിരിക്കും. പ്രൈസ്. അവിടെ പൗലോസ് വീണ്ടും പറയുന്നു, മരിക്കുന്നവരായിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെ ആയിരുന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ,
ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. സ്തോത്രമില്ല. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പഠനം, സ്തോത്രമില്ല, ഏതെല്ലാം നിലവാരത്തിലായിരിക്കണമെന്ന് പൗലോസ് ആയിരിക്കുമെന്നും പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു. സ്തോത്രമില്ല. അതാണ് പൗലോസ് എഫെസർ ലേഖനത്തിൽ പറയുന്നത്. സ്തോത്രമില്ല, ഒരു ക്രിസ്തീയ പഠന എന്തെല്ലാം ആയുധങ്ങൾ ധരിച്ചിരിക്കണം എന്ന് അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്. 6:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീവമ്പുകളെയൊക്കെ കിടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരശാസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സ്തോത്രമില്ല. അപ്പോൾ ഒരു ക്രിസ്തുവിലുള്ള ഒരു പഠന പോരാട്ടമുള്ളത്, സ്തോത്രമില്ല, അതിനെ എഫെസർ ലേഖനം 6:12 വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ദൈവത്തിന്റെ സർവായുധം ധരിച്ചു കൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്തോത്രമില്ല. പോരാട്ടമുള്ളത് ക്രിസ്തുവിന്റെ പഠനം പോരാട്ടമുള്ളത്. സ്തോത്രമില്ല. ഈ ലോകത്തിലെ പട്ടാളക്കാരന് പോരാട്ടമുള്ളത് ശത്രു സൈന്യത്തോടാ, അല്ലെങ്കിൽ ഭീകരരോടാ. സ്തോത്രമില്ല. പോരാട്ടമുള്ളത്. എന്നാൽ സ്വർഗത്തിലെ സേന, സ്വർഗത്തിലെ ക്രിസ്തുവിന്റെ സേന പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സ്വന്തക്കാരോടോ സഹോദരങ്ങളോടോ അല്ല പോരാട്ടമുള്ളത്. പിന്നെയോ അല്ലേലിക നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മാഴ്ചകള്, അധികാരങ്ങള്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതി, സ്വർലോകത്തിന്റെ ദുഷ്ടാത്മസേന, ഈ 4 ദുഷ്ടാത്മാക്കളോടാണ് പോരാട്ടമുള്ളത്. ഈ 4 ദുഷ്ടാത്മാക്കളോട് പോരാടി ജയിക്കുന്നവരാണ് ജയാളികൾ. ആ ജയാളികളാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർവായുധ വർഗം ധരിച്ചിരിക്കണം. ക്രിസ്തുവിൽ സർവായുധ വർഗം ധരിച്ചിരിക്കണം. പ്രൈസിലുള്ള എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാനായിട്ട് പറ്റത്തുള്ളൂ. ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ഏകാഗ്രത, ക്രിസ്തുവിന്റെ പഠനം നല്ലൊരു ഏകാഗ്രത ജീവിതം ഉണ്ടായിരിക്കണം, അനുസരണം ഉണ്ടായിരിക്കണം, സകലതും ത്യജിക്കുന്നവനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. പ്രൈസിലുള്ള എങ്കിൽ മാത്രമേ ആ പോർക്കളത്തിൽ പോരാടി ജയിച്ച് ജീവികിരീടം പ്രാപിച്ച് നിത്യത പ്രാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ക്രിസ്ത്യാനിയാകണമെങ്കിൽ 4 ഗുണങ്ങൾ വേണം. പ്രൈസിലുള്ള 1 ക്രിസ്ത്യാനിയാവുക, 2 കഷ്ടം സഹിക്കുക, 3 ലജ്ജിക്കരുത്, 4 ദൈവത്തെ മഹത്വപ്പെടുത്തുക. 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിയായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ക്രിസ്ത്യാനിയാവുക എന്ന് പറയുന്നത് തന്നെ താൻ ത്യജിക്കണം. നിന്റെ അപ്പനെ അമ്മയെ നിലങ്ങളെ ഭാര്യ മക്കളെ ഉപേക്ഷിക്കുക എന്നല്ല. സ്തോത്രമില്ല. അവരെ ക്രിസ്തുവിനെക്കാളും അധികമായി അവരെ സ്നേഹിച്ചാൽ അവർ ക്രിസ്തുവിനുള്ളവരല്ല. സ്തോത്രമില്ല. പിന്നെ കർത്താവ് പറയുന്ന മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നത്, ഒരുവൻ എന്നിൽ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. അപ്പൊ ജഡത്തിന്റെ സ്വഭാവം ത്യജിക്കണം, ഇന്ദ്രിയം പ്രാപിച്ചവനായിരിക്കണം. എങ്കിൽ മാത്രമേ ആത്മാവിൽ ഫലം കായ്ക്കാൻ പറ്റത്തുള്ളൂ. ആ പോരാളിക്ക് സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടി ജയിക്കണമെന്നെങ്കിൽ ആത്മഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ സ്തോത്രമില്ല, സകലതും ത്യജിച്ചവനായിരിക്കണം. ഇല്ലെങ്കിൽ പോരാടാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ പോരാടി ജയിക്കാൻ പറ്റത്തില്ല. സകലതും ത്യജിച്ചവനായിരിക്കണം. പ്രൈസിലൊക്കെ 2 കഷ്ടം സഹിക്കുന്നവനായിരിക്കണം. നല്ല പടനായി കഷ്ടം സഹിക്കുക. സ്തോത്രം. പൗലോസ് കഷ്ടം സഹിച്ചു. സ്തോത്രമില്ല. കർത്താവ് കഷ്ടം സഹിച്ചു. നമ്മുടെ സകല മാനവ ജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് കാൽവറി ക്രൂശിൽ മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. അല്ലെങ്കിൽ സകലത്തിന്മേലും അധികാരം കൊടുത്തിരിക്കുക. കഷ്ടം സഹിച്ചുകൊണ്ടാണ് ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നല്ല കഷ്ടം സഹിച്ചു കഴിഞ്ഞാൽ ആ പഠനം സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വലുതാണ്. സ്തോത്രമില്ല. പിതാവ് പുത്രന് എന്ത് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടോ അതേ അനുഗ്രഹം തന്നെ ക്രിസ്തുവിൽ പോരാടി ജയിച്ച പടയാൾക്ക് കൊടുക്കുന്ന. സ്തോത്രമില്ല. അപ്പൊ കഷ്ടം സഹിക്കണം. നല്ല പഠനമായിട്ട് കഷ്ടം സഹിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ തികഞ്ഞവനായി ആകാൻ പറ്റത്തുള്ളൂ. സ്തോത്രമില്ല. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ അതിന്റെ 6-ാമത്തെ ഭാഗ്യത്തിൽ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. സ്തോത്രമില്ല.
അപ്പൊ ബഹുകഷ്ടം കർത്താവിന്റെ പോരാളിയായ ഒരു പടയാളി ബഹുകഷ്ടം സഹിക്കണം. പ്രൈസ് വേണ്ടിയാണ്. ബഹുകഷ്ടം സഹിക്കണം എന്നുണ്ടെങ്കിൽ സകലം ത്യജിക്കണം. സ്തോത്രം. ഒരു പോരാളി സകലം ത്യജിക്കാത്തോടത്തോളം കാലം ആ ത്യജിക്കാത്ത കാര്യങ്ങൾ ചിന്തയിൽ വരും. പ്രൈസ് വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് പോരാടാനായിട്ട് പറ്റത്തില്ല. അപ്പം സ്തോത്രമില്ല, സകലം ത്യജിച്ചവരായിരിക്കണം. ബഹുകഷ്ടം സഹിക്കുന്നവരായിരിക്കണം. കഷ്ടം സഹിക്കുക. ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ കഷ്ടതയുണ്ട്. അവന് ട്രെയിനിങ് പീരീഡ് ഉണ്ട്. 6 മാസം ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡില് വലിയ കഷ്ടമാണ്, വലിയ കഷ്ടതയാണ്. അതെന്ന് വെച്ചാൽ അവനെ ഒരുക്കിയെടുക്കുക. സ്തോത്രമില്ല. ആ പട്ടാളക്കാരനെ ഒരുക്കിയെടുക്കുക. ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിപരമായിട്ടും അവന്റെ കഴിവുകളെല്ലാം എന്ത് ചെയ്യുക, പുറത്തു കൊണ്ടുവരിക. പ്രൈസ് വേണ്ടിയിട്ട് ആ ട്രെയിനിങ് സമയത്ത് വലിയ കഷ്ടമായിരിക്കും. ചിലര് ആ ട്രെയിനിങ് സമയത്ത് തന്നെ ചിലർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ക്യാമ്പ് വിട്ടു ഓടിപ്പോകും. കാരണം കഷ്ടം സഹിക്കാൻ വയ്യ. എന്നാൽ ക്രിസ്തുവിൽ ഒരു കഷ്ടം സഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്തോത്രമില്ല, അവന് നീക്കുപോക്കുകളുണ്ട്. സ്തോത്രം. കഷ്ടത്തിനോടൊപ്പം തന്നെ നീക്കുപോക്കും ദൈവം കൊടുക്കും. സ്തോത്രമില്ല. പോരാടി ജയിക്കാൻ വേണ്ടി അവന് നീക്കുപോക്ക് കൊടുക്കും. സ്തോത്രമില്ല. മൂന്നാമത്തെ ലജ്ജിക്കരുത്. സ്തോത്രമില്ല. അതാണ് സ്തോത്രം. 2 തിമോഥെയോസ് അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. 2 തിമോഥെയോസ് 2:15 പറയുന്നു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പിക്കാൻ സംഗതിയില്ലാതെ വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അപ്പം സ്തോത്രമില്ല, ലജ്ജ കൂടാതെ വചനം ശുശ്രൂഷിക്കണം. പ്രൈസ്. അപ്പൊ ലജ്ജ കൂടാതെ വചനം ശുശ്രൂഷിക്കണമെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ സ്തോത്രമില്ല, പൗലോസ് തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ ഭാഗത്തിൽ ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി. സ്തോത്രമില്ല. അപ്പൊ 3 നിലകളിൽ വേണം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, വചനം ശുശ്രൂഷിക്കാൻ. സ്തോത്രം. സത്യവചനം പ്രസംഗിക്കണം. സ്തോത്രമില്ല. അപ്പൊ സത്യവചനം പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ ശക്തി വേണം, പരിശുദ്ധാത്മാവ് വേണം, ബഹുനിശ്ചയം വേണം. ചിലർക്ക് ഇത് 3 ഇല്ല, ചിലർക്ക് ഇത് 3 ഉണ്ട്. സ്തോത്രം. അപ്പം ശക്തിയോ പൗലോസ് തെസ്സലോനിക്ക വന്നപ്പോൾ ഈ 3 വിധ കാര്യങ്ങൾ കൊണ്ടാണ് പൗലോസ് അവിടെ ജയിച്ചത്. സ്തോത്രം. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടു കൂടി. സ്തോത്രം. വചനത്തിന്റെ ആഴങ്ങൾ നിശ്ചയമുണ്ടായിരിക്കണം. പ്രൈസ് ദി. എങ്കിൽ മാത്രമേ പോരാടി ജയിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ലജ്ജ കൂടാതെ വചനം ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് പറയാം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാതെ വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അപ്പൊ നിൽക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം, ശക്തി വേണം, ബഹുനിശ്ചയം വേണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ ഭടനായി സ്വർഗത്തിന് വേണ്ടി പോരാടി ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് സ്തോത്രമില്ല, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. സ്തോത്രം. അപ്പൊ ലജ്ജിക്കാനല്ല ക്രിസ്തുവിന്റെ ലജ്ജിക്കുന്നവരല്ല ക്രിസ്തുവിന്റെ ഭടന്മാര്. സ്തോത്രമില്ല. അവരെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. പോരാടുന്ന പടന് വേണ്ടി കർത്താവ് സ്തോത്രം ഇറങ്ങി വന്ന് അവനെ വിടുവിക്കുന്ന. സ്തോത്രമില്ല. അവന്റെ കൂടെ നിന്ന് യുദ്ധസേവ ചെയ്യുന്നവനാ കർത്താവ്. സ്തോത്രമില്ല. 4-ാമത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രമില്ല. അതാണ് യോഹന്നാൻ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 34-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. യോഹന്നാൻ സുവിശേഷം 37-ാം വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. സ്തോത്രമില്ല. അപ്പൊ കർത്താവിനെ വിശ്വസിക്കുന്നവരുടെ മേല് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും. സ്തോത്രമില്ല. ജീവജല നദിയാ. ആ ജലനദി ആത്മാവിന്റെ നദിയാ. അത് ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ സ്തോത്രമില്ല, ആ ജീവജല നദി പിന്നെ ഒഴുകുക, അത് മറ്റുള്ളവരിലേക്ക് പകരുക. സ്തോത്രമില്ല. ആത്മീയ ഫലം കായ്ക്കുക. സ്തോത്രം. അപ്പൊ ദൈവസന്നിധിയിൽ മടങ്ങി വന്നെങ്കിൽ ദൈവത്തിന്റെ പഠന ലഭിക്കേണ്ട ഒരു കാര്യമാണ് ആത്മാവിന്റെ ശക്തി. സ്തോത്രമില്ല. ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോരാടാൻ പറ്റത്തുള്ളൂ.
ശക്തി ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം, ബഹുനിശ്ചയം ഉണ്ടായിരിക്കണം. ഈ വക കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഒരു പഠനത്തെ സംബന്ധിച്ചോളം അവന്റെ ആയുധം എന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തടത്തോളം കാലം ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പലതും ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. സ്തോത്രമില്ല. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള 4 കാര്യങ്ങളാണ് സ്തോത്രം. ഒന്ന്, ക്രിസ്ത്യാനിയാവുക, കഷ്ടം സഹിക്കുക, ലജ്ജിക്കാതിരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ 4 വിധ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഒരു ക്രിസ്ത്യാനിയായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രമില്ല. അപ്പൊ സ്വർഗരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്താൽ ഒരു പട്ടാളക്കാരനെ കുറിച്ച് സ്വർഗത്തിന് വലിയ ഉത്തരവാദിത്വമാണ്. കർത്താവിന്റെ ഒരു പോരാളിക്ക്, സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിയെ പറ്റി കർത്താവിന് വലിയ ഉദ്ദേശമുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രമില്ല. അവർക്ക് സ്തോത്രമില്ല രോഗസൗഖ്യം ലഭിക്കുന്നു. ഒരു സ്വർഗത്തിന് വേണ്ടി പോരാടുന്ന ഒരു പട്ടാളക്കാരന്, ഒരു ഭക്തന് സ്തോത്രമില്ല, അവന് രോഗസൗഖ്യം ലഭിക്കുന്നു. 5 ദിവസം കൊടുക്കണ്ട. ഈ ലോകത്തിന്റെ പട്ടാളക്കാരന് ദേശത്തിന് വേണ്ടി പോരാടുമ്പോൾ സ്തോത്രമില്ല, അവനെന്തിനും രോഗം ബാധിക്കുക എന്ത് ചെയ്താൽ ഗവൺമെന്റ് അവന് രോഗ ചികിത്സയ്ക്ക് വേണ്ടി കാശ് കൊടുക്കുന്നു. സ്തോത്രമില്ല. എന്നാൽ സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പോരാളിക്ക് 5 പൈസ മുടക്കണ്ട, അവന് രോഗസൗഖ്യം ലഭിക്കുന്നു. ആ വ്യക്തിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു, ശമ്പളം ലഭിക്കുന്നു. സ്തോത്രമില്ല. കുടുംബത്തിന്റെ ചുമതല എല്ലാം ഏൽക്കുന്നു. സ്തോത്രമില്ല. പിന്നെയോ ആത്മരക്ഷ ലഭിക്കുന്നു. ഈ ലോകത്തിന്റെ പട്ടാളക്കാരന് അവൻ ദേശത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവന് കിട്ടുന്നത് രോഗ ചികിത്സിക്കാനുള്ള സാമ്പത്തികം കൊടുക്കുന്നു ഗവൺമെന്റ്. പിന്നെ അവന്റെ ഭക്ഷണ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് നോക്കുന്നു. പിന്നെ അവന് ശമ്പളം ലഭിക്കുന്നു. കുടുംബത്തിന്റെ ചുമതല സ്തോത്രമില്ല, അത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ചോളം ലഭിക്കുന്നു. എന്നാൽ സ്വർഗത്തിന് വേണ്ടി പോരാടുന്ന ക്രിസ്തുവിന്റെ പോരാളിക്ക് സ്തോത്രമില്ല ലഭിക്കുന്നത് സൗജന്യമായ രോഗസൗഖ്യമാണ്. സ്തോത്രം. ഭക്ഷണം വിളിച്ച അന്നു മുതൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നിടം വരെ ഒന്നിനും ഒരു മുട്ട് വരുത്തത്തില്ല. സ്തോത്രമില്ല. ഒന്നിനും ഒരു മുട്ട് വരുത്തത്തില്ല. പിന്നെ ശമ്പളം. മോശക്കുഞ്ഞിന്റെ അമ്മ മോശക്കുഞ്ഞിന് പാല് കൊടുത്തപ്പോൾ ശമ്പളം ലഭിച്ചത് കൊട്ടാരത്തിൽ നിന്നാണ്. സ്തോത്രമില്ല. ഈ ലോകത്തിന്റെ പട്ടാളക്കാരൻ ദേശത്തിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ അവന് ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റാണ്. എന്നാൽ സ്വർഗരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പടയാളികൾക്ക് പ്രതിഫലം ശമ്പളം ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. സ്തോത്രം. പ്രതിഫലം ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. സ്തോത്രം. അപ്പൊ സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടുന്ന ക്രിസ്തുവിന്റെ പടയാളികൾക്ക് ശമ്പളം മാത്രമല്ല, അവന് ഭക്ഷണം മാത്രമല്ല, അവന്റെ കുടുംബകാര്യങ്ങൾ മാത്രമല്ല, അവന്റെ ആത്മരക്ഷയും കിട്ടുന്നു. അവന്റെ ആത്മാവ് നശിച്ചു പോകുന്നില്ല. അവന്റെ ആത്മാവ് 2ാം മരണത്തിന് യോഗ്യമാകുന്നില്ല. സ്തോത്രമില്ല. സ്തോത്രം. ഈ ലോകത്തിലെ പട്ടാളക്കാരൻ യുദ്ധ സേവ ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അവന് ചിലപ്പോ മെഡലുകളോ അല്ലെങ്കിൽ അവന് യൂണിഫോമിൽ സ്റ്റാറോ കൊടുക്കും. പ്രൈസില്ല. എന്നാൽ സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടുന്ന ക്രിസ്തുവിന്റെ പോരാളിക്ക് കിട്ടുന്നത് സ്തോത്രമില്ല വലിയ അനുഗ്രഹങ്ങളാണ്. മറഞ്ഞിരിക്കുന്ന മന്ന ലഭിക്കും, ജീവവൃക്ഷത്തിന് ഫലം ലഭിക്കും, വെള്ളക്കല്ലിൽ പേരെഴുതി ലഭിക്കും. സ്തോത്രമില്ല. പുതിയ നാമം ലഭിക്കും, പുതിയ പേര് ലഭിക്കും, സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ലഭിക്കും, ഉദയനക്ഷത്രം നമുക്ക് ലഭിക്കും. പ്രൈസില്ല. ഇതൊക്കെയാണ് കിട്ടുന്നത്. ഈ ലോകത്തിലെ പട്ടാളക്കാരൻ ജയിച്ചാൽ അവന് പൊതുവേദി വെച്ച് ഒന്നെങ്കിൽ സ്റ്റാർ കൊടുക്കും, അല്ലെങ്കിൽ മെഡൽ കൊടുക്കും. ക്രിസ്തുവിന്റെ പോരാളിക്ക്, ക്രിസ്തുവിന്റെ പടന് കർത്താവ് മധ്യാകാശത്തിൽ വെച്ച് പൊതുവേദിയിൽ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ വെച്ച് അവന് പ്രതിഫലം കൊടുക്കുന്നു. സ്തോത്രമില്ല. ഈ ലോകത്തിലെ പട്ടാളക്കാരന് പൊതുവേദി വെച്ച് അവന്റെ പ്രതിഫലം കൊടുക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പോരാടി ജയിച്ച, സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടി ജയിച്ച ജയാളികൾക്ക് കൊടുക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അനേക കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ മധ്യത്തില് അവന്റെ പേര് സ്തോത്രമില്ല ദൂതന്മാരുടെ മുമ്പിലും തന്റെ പിതാവിന്റെ മുന്നിലും ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത്. സ്തോത്രം. അവന് അല്ലെങ്കിൽ ഈ ലോകത്തിലെ പട്ടാളക്കാരന് ഈ ലോകത്തിന്റെ പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ആ രാജ്യത്തിന്റെ എല്ലാവിധ സ്തോത്രമില്ല ഗവൺമെന്റ് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ ഏറ്റെടുക്കുന്നു. സ്തോത്രമില്ല.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ജയിക്കുന്ന ഒരു പോരാളിക്ക് പലവിധ അനുഗ്രഹങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്നത്. സ്തോത്രം. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിലുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രാപിച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. പോരാളിയായിരിക്കണം, ക്രിസ്തുവിൽ പോരാളിയായിരിക്കണം. സ്തോത്രം. അപ്പൊ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് വേണ്ടി പോരാടി ജയിച്ച ഒരു ജയാളിക്ക് അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുമ്പോൾ ക്രിസ്തുവിനോട് 1000 ആണ്ട് വാഴ അധികാരം ലഭിക്കുന്നു. സ്തോത്രം. അവന് സ്തോത്രം, ആ വ്യക്തിക്ക് വെള്ളവസ്ത്രം ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശുദ്ധവും ശുഭ്രമായ വസ്ത്രം ലഭിക്കുന്നു. പോരാളിക്ക് ജയാളികൾക്ക്, തോറ്റവർക്കല്ല, ജയാളികൾക്കേ കിട്ടത്തുള്ളൂ. തോറ്റവർക്ക് കിട്ടിയാൽ ഈ ലോകത്തിലെ പട്ടാൾക്കാർ യുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ പുറത്താ വെടികൊള്ളുന്നു. സ്തോത്രമില്ല. അപ്പൊ യുദ്ധമുഖത്ത് യുദ്ധം ചെയ്യുമ്പോൾ മുന്നോട്ട് നിന്നും യുദ്ധം ചെയ്യുമ്പോൾ ഫ്രണ്ടിലാണ് വെടിയേക്കുന്നത്, വെടിയേറ്റ് താഴെ വീഴുന്നത്. അപ്പൊ ഓടുന്ന വഴിക്ക് വെടിയേറ്റ് താഴെ വീണാൽ ഗവൺമെന്റിന് ആരെങ്കിലും ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന് വേണ്ടി സേവ ചെയ്യുന്ന ഒരു പഠന സ്തോത്രമില്ല. ജയാളികൾക്ക് കിട്ടുന്നത് പ്രതിഫലം എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലം. തോറ്റവർക്ക് കിട്ടത്തില്ല. സ്തോത്രം. തോറ്റവർക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. ജയാളികൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഈ ലോകത്തിലെ പട്ടാളക്കാരന് അവന്റെ സ്റ്റാറോ സ്തോത്രമില്ല, അവന് പ്രതിഫലമായിട്ട് കിട്ടുന്ന സ്റ്റാർ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ട്രോഫി എന്തെങ്കിലും കൊടുക്കും, പ്രൈസ് ഇല്ല. എന്നാൽ ക്രിസ്തുവിൽ ജയാളിയായിരിക്കുന്ന ഒരു പഠനം കിട്ടുന്നത് സ്തോത്രം ജീവകിരീടമാണ്. സ്തോത്രം. തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഈ ലോകത്തിലെ പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ അവന്റെ ആത്മാവിന് നിത്യത ലഭിക്കുന്നില്ല. സ്തോത്രമില്ല. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി പോരാടി മരിച്ച ഒരു ജയാളിക്ക് അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നില്ല, അവന് ആത്മരക്ഷ ലഭിക്കുന്നു. സ്തോത്രം. ഒരുപാട് അന്തരമാണ്. പ്രൈസ് ഇല്ല. അതാണ് പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ്, നീ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ബഹു കഷ്ടം സഹിക്കുക, ലജ്ജിച്ചു പോകരുത്. സ്തോത്രമില്ല. വിശ്വാസത്തിൽ നിൽക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് തിമോഥെയോസിനെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നത് സ്തോത്രമില്ല. സ്തോത്രം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായിക്കൽ കിരീടം പ്രാപിക്കില്ല. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ പോരാളിക്ക് ചട്ടങ്ങളുണ്ട്, പ്രമാണമുണ്ട്, കൽപ്പനയുണ്ട്. ഇത് ലംഘിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ചട്ടപ്രകാരം പോരാടണം. ഒരു മത്സരത്തിന് ഓരോ മത്സരത്തിനും അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ നമുക്ക് ജയാളിയായി മാറാൻ പറ്റത്തുള്ളൂ. സ്തോത്രമില്ല. മത്സരത്തിന്റെ നിയമങ്ങൾ പാലിക്കണം. സ്തോത്രം. ഓരോ വ്യവസ്ഥകളുണ്ട്. ഇപ്പൊ ട്രാക്കിൽ ഓടാൻ നിൽക്കുന്ന ഒരു വ്യക്തി സ്തോത്രമില്ല, ആ വ്യക്തി ഓടുന്നതിന് മുമ്പ് അതിന്റെ പുറകിൽ ഒരുപാട് ശിക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. സ്തോത്രമില്ല. അതിന്റെ പുറകിലോട്ട് അദ്ദേഹത്തിന്റെ കോച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ക്രമത്തോടു കൂടി ഓടി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഫൈനലിൽ ട്രാക്കിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഹല്ലേലൂയ സ്തോത്രം, അദ്ദേഹം ഓടി 1ാം സ്ഥാനത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. സ്തോത്രമില്ല. എങ്കിൽ മാത്രമേ സമയത്തിന് ഓടാൻ പറ്റത്തുള്ളൂ, സമയത്തിന് ഓടി മുന്നിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ചട്ടപ്രകാരം മത്സരിക്കണം. ചട്ടപ്രകാരം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം അവകാശക്കാൻ പറ്റത്തുള്ളൂ. ആ ജയാളികളാണ്. സ്തോത്രമില്ല. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അതാണ്. യോശുവയോട് കർത്താവ് പറഞ്ഞേ, നീ ഇടതോട്ടോ വലതോട്ടോ നോക്കരുത്, അല്ലെങ്കിൽ നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. കർത്താവ് അത് തന്നെ പറഞ്ഞേ. സ്തോത്രമല്ല. ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ ചട്ടപ്രകാരമുള്ള ജീവിതം നയിക്കണം. ചട്ടപ്രകാരമുള്ള ജീവിതം നടത്തിയെങ്കിൽ മാത്രമേ ആ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ നിന്ന് നമ്മളൊരു ജയാളിയായി മാറാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് സദൃശവാക്യക്കാരൻ 22-ാം അധ്യായത്തില് 6-ാമത്തെ വാക്യത്തിൽ, ബാലൻ നടക്കേണ്ടെന്ന വഴി അഭ്യസിച്ചെങ്കിൽ അവൻ വൃദ്ധനായാലും അതും മറന്നുപോവുകയില്ല, വിട്ടുമാറുകയില്ല. സ്തോത്രം. അപ്പൊ ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ എന്ത് ചെയ്യണം? അവനെ അഭ്യസിപ്പിക്കണം. സ്തോത്രം. ഏതൊരു മത്സരത്തിനാണെങ്കിലും അത് അഭ്യസിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ജയിച്ചെടുക്കാനായിട്ട് പറ്റൂ, ജയാളിയായി മാറാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ജയിക്കാനായിട്ട് പറ്റത്തില്ല. സ്തോത്രമില്ല. അപ്പൊ നമുക്ക് ചട്ടപ്രകാരം പൗലോസ് തിമോഥെയോസിനോട് പറയുക, സ്തോത്ര, നീ ചട്ടപ്രകാരം മല്ല് കിട്ടിയില്ലെങ്കിൽ ജീവകിരീടം പ്രാപിക്കാൻ പറ്റത്തില്ല. സ്തോത്രമില്ലേ. അപ്പൊ ക്രിസ്തുവിൽ എന്ത് ചെയ്യണം?
നമ്മൾ ചട്ടപ്രകാരം ജീവിക്കണം. ചട്ടപ്രകാരമായിരിക്കണം നമ്മുടെ വേലകൾ. സ്തോത്രമില്ല. ചട്ടപ്രകാരം നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജീവകിരീടം പ്രാപിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പൗലോസ് പിന്നെയും തിമോഥെയോസിനെ ബലപ്പെടുത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. സ്തോത്രമില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. സ്തോത്രം. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, സ്തോത്രമില്ല, നിലം ഉഴുതു മറിക്കണം. സ്തോത്രം. 2, സ്തോത്രം, വിതയ്ക്കണം, വിത്ത് വിതയ്ക്കണം. 3, അതിനെ പരിചരിക്കണം. 4, കൊയ്തെടുക്കണം. 4 ഗുണങ്ങൾ വേണം. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള 4 കാര്യങ്ങളാണ് അറിയേണ്ടത്. സ്തോത്രമില്ല. 1, അവൻ നിലം ഉഴുതു മറിക്കണം. ഉഴുതു മറിച്ച് അതിൻ്റെ കല്ലും പറക്കാരെ എല്ലാം എടുത്തു മാറ്റി ആ നിലം വിത്ത് വിതയ്ക്കുന്നതെല്ലാം നല്ല വൃത്തിയാക്കിയതിനു ശേഷം ഏത് വിത്താണോ വിതയ്ക്കാൻ പോകുന്നത് അതനുസരിച്ചുള്ള അതിന്റെ തടവെടുത്ത് ആ വിത്തിനെ നടുക. സ്തോത്രമില്ല. നട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇട്ടേക്ക് പോകാനല്ല, പിന്നെയോ അതിനെ എന്ത് ചെയ്യണം? വിതച്ചതിന് ശേഷം അതിനെ പരിചരിക്കണം. കാരണം ഒരു പടൻ ഫലം കഴിച്ചാൽ, ആത്മാവിനെ നേടിയാൽ, സ്തോത്ര, അതിനെ അദ്ദേഹത്തിന് ഒരുക്കിയെടുക്കണം. ആ വ്യക്തിയെ ഒരുക്കിയെടുക്കണം. ഒരുക്കിയെടുത്ത് വചനം കൊണ്ട് എന്ത് ചെയ്യണം? ഒരുക്കിയെടുക്കണം. വചനം അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കണം. വചനം അവന്റെ ഹൃദയത്തിൽ വിതച്ചാൽ മാത്രം പോരാ, ആ വ്യക്തിയെ പരിചരിച്ചു കൊണ്ടുവരണം. പ്രൈസ് ലോർഡ്. പരിചരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ ആത്മഫലം കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ആത്മഫലം കഴിക്കത്തില്ല. സ്തോത്രം. മുരടിച്ചു പോകും. സ്തോത്രം. ശത്രു കയറി തകർത്തുകളെ. സ്തോത്രമില്ല. അതാണ് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ വിതക്കാരന്റെ ഉപമ കർത്താവ് പറയുന്നത്. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയേരി വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതെ ഇരിക്കാൻ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മീനി നൽകുന്നു. സ്തോത്രമില്ല. അപ്പൊ 4 കാര്യങ്ങളാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. 1, വഴിയേറി വീണ വിത്ത്. 2, പാറസ്ഥലത്ത് വീണ വിത്ത്. 3, മുള്ളിൻ ഇടയിൽ വീണ വിത്ത്. 4, നല്ല നിലത്ത് വീണ വിത്ത്. നല്ല നിലത്ത് വീണ വിത്ത്. സ്തോത്രം. അതാണ് ഹല്ലേലൂയ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോളം. ഹല്ലേലൂയ. അവൻ നിലം ഉഴുത് വിത്ത് വിതച്ച്, സ്തോത്രം, അതിനെ പരിചരിച്ച് എങ്കിൽ മാത്രമേ അതിന്റെ ഫലം കൊയ്യാൻ എടുക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞാല് ഒരു ക്രിസ്തുവിന്റെ പടൻ ആത്മാവിനെ നേടിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അതിനെ വചനം കൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. പരിചരിച്ചെടുക്കണം. പ്രൈസ് ലോർഡ്. വചനം അവന്റെ ഹൃദയത്തിൽ കൊടുക്കണം. വചനം കൊടുത്താൽ മാത്രം പോരാ, പരിചരിക്കണം. സ്തോത്രമില്ല. പരിചരിച്ചെങ്കിൽ മാത്രമേ, എങ്ങനെ പരിചരിക്കണം? അല്ലെങ്കിൽ ക്രിസ്തുവിൽ അവനെ പരിചരിച്ചെടുത്തെങ്കിൽ മാത്രമേ നല്ല ഫലം, ആത്മീയ ഫലം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ 30, 60, 100 മീനി കൊയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. സ്തോത്രം. തിമോഥെയോസിനെ പൗലോസ് ബലപ്പെടുത്തുക. കൃഷിക്കാരൻ, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം. അപ്പൊ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോളം, ഒരു ക്രിസ്തുവിന്റെ പഠനെ സംബന്ധിച്ചോളം, പ്രൈസ് ലോർഡ്, സ്തോത്രം, അവനായിരിക്കുന്ന ദേശത്തിന്റെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാക്കളെ നേടി ആത്മാക്കൾക്ക് എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ വചനം കൊടുത്ത് അവനെ ബലപ്പെടുത്തിയതിനു ശേഷം, അവനെ പരിചരിച്ചതിന് ശേഷം, അവന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവിനെ പകരുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ച് അവന്റെ മേലെ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ അവൻ ആ ക്രിസ്തുവിൽ നല്ല ഫലമായി ഇരിക്കും. പ്രൈസ് ലോർഡ്. നല്ല ഫലം കഴിക്കും. അങ്ങനെയാണ് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോളം. നിലം ഉഴുതണം, അല്ലെങ്കിൽ വിതയ്ക്കണം, പരിചരിക്കണം, പ്രൈസ് ലോർഡ്, കൊയ്തെടുക്കണം. സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഹല്ലേലൂയ പൗലോസ് തിമോഥെയോസിനെ ബലപ്പെടുത്തുന്ന 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സ്തോത്രമില്ല. 1, നീ നല്ല പഠനായിരിക്കുക.
2 ചട്ടപ്രകാരം നീ മല്ല് കെട്ടുക. 3 അധ്വാനിക്കുന്ന കൃഷിക്കാരന് ആദ്യത്തെ ഫലം കൊയ്യും. പ്രൈസ് എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ക്രമീകരണത്തോടു കൂടി അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ക്രിസ്തുവിന്റെ പഠന സ്തോത്രമില്ല നല്ല ഫലം കായ്ക്കുവാനായിട്ട് പറ്റുകയും ചെയ്യും. അല്ലെങ്കിൽ സ്വർഗരാജ്യ അവകാശമാക്കി അവനുള്ള പ്രതിഫലം വാങ്ങുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രമില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.